വെടിവെച്ച് കൊല്ലുന്നത് തുടരുകയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ട്രംപ് പറയുന്നത് ഇസ്രായേൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ മൗനാകത്തിനോട് ഇസ്രായേൽ തെമ്മാടിത്തരം തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ മുഴുവനുമായിട്ട് ഉന്മൂലനം ചെയ്തു 11 പേരെ. ഇന്നലെയാണ് 91 പേരെ വീണ്ടും കൊന്നു. കൊല്ലുക, അതാണ് വെടിനിർത്തൽ എന്ന് പുതിയ അർത്ഥം രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. നമസ്കാരം. ലോകം വീണ്ടും ഞെട്ടുകയാണ്. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വെടിവെച്ച് കൊല്ലുന്നത് തുടരുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ മുഴുവനുമായിട്ട് ഉന്മൂലനം ചെയ്തു 11 പേരെ. ഇന്നലെയാണ് 91 പേരെ വീണ്ടും കൊന്നു. കൊല്ലുക, അതാണ് വെടിനിർത്തൽ എന്ന് പുതിയ അർത്ഥം രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ട്രംപിന് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാനായിട്ട് കഴിയും? ട്രംപാണ് യഥാർത്ഥത്തിൽ ഗസയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണമായിട്ട് പരിശ്രമിക്കുകയും ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഇസ്രായേലിന്. ഖത്തറിൽ ബോംബിട്ടതിന് മാപ്പപേക്ഷിക്കാനായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ മാപ്പപേക്ഷിച്ചു. അപ്പോൾ നമ്മൾ കരുതുന്നത് ട്രംപ് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്രായേലിൻ്റേത് എന്നാണ്. പക്ഷേ നമ്മളുടെ അനുഭവം നമ്മൾ ഓരോ ദിവസവും കാണിച്ചു തരുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ട്രംപ് പറയുന്നത് ഇസ്രായേൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ മൗനാകത്തിനോട് ഇസ്രായേൽ തെമ്മാടിത്തരം തുടരുന്നു എന്നുള്ളതാണ്. ലോകം കണ്ണു തുറക്കുകയും ശക്തമായിട്ട് എതിരാകുകയും ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതാണ്. കാരണം ഇതൊരു മനുഷ്യനെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയ മാത്രമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഗസയിൽ സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം വേണം. ആ സമാധാനത്തിന് ഇരുകക്ഷികളും ഒരേപോലെ പ്രവർത്തിക്കേണ്ടതും പെരുമാറുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹമാസുടേതിനിടയിൽ ഇസ്രായേലും ഹമാസൊക്കെ അവരുടെ പൊതു സ്വഭാവം പരസ്പരം കൊല്ലുന്നതും ആക്രമിക്കുന്നതുമായിട്ടുള്ള സ്വഭാവം തുടരുന്നു. പക്ഷേ മരിച്ചു വീഴുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾ. ഒരു കുടുംബത്തെ മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നൊരു കാര്യം. സമാധാനം എന്ന് പറയുന്നത് വളരെ വളരെ അകലെയാണ്. അകലിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒച്ചയായിട്ട് മാത്രമാണ് സമാധാനത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് ഗസയിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിയുള്ളൂ. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, വൻ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ലോകത്തിന് സമാധാനം, ശാന്തി എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഗസയിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള വെടിവെച്ചകൾ നമ്മളെ ഞെട്ടിക്കുന്നതോ കരയിക്കുന്നതോ എന്നാണ് എനിക്ക് തോന്നുന്നത്.